നമുക്കിന്നൊരു അടിപൊളി നെയ്മീൻ കറി ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ എടുക്കാം. ചെറിയ ഉള്ളി ഒരു 15 അരിഞ്ഞതാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട്. പിന്നെ കുടംപുളി വെള്ളം ഒരു അരമണിക്കൂർ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് അത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് 1.5 മുറി തേങ്ങ ചിരകിയതാണ്, അത് ഇട്ട് കൊടുക്കാം. നമുക്കത് തേങ്ങാപ്പാലാക്കി എടുക്കാം. നെയ്മീൻ ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് കഴുകിയെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് കറിക്ക് വേണ്ടിയിട്ടുള്ളത് പീസാക്കിയത്. നെയ്മീൻ എപ്പോഴും കറിക്ക് വെക്കുമ്പം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം, പ്രത്യേകിച്ച് തേങ്ങാപ്പാൽ കറിയാവുമ്പോൾ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പം ഇച്ചിരി ഉലുവ ഇടുക. എനിക്ക് ഇങ്ങനെ കൈക്കണക്കാണ് കേട്ടോ അറിയാവുന്നത്. പിന്നെ കുറച്ച് കടുക് ഇടുക. അത് നന്നായിട്ട് പൊട്ടി വരട്ടെ. നല്ലോണം പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇടാം. ഞാനിവിടെ ഒരു വറ്റൽമുളക് കീറി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ആ അരിഞ്ഞ് വെച്ചതെല്ലാം ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, ഉള്ളി എന്നിവയെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കല്ലുപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കല്ലുപ്പിട്ട് കൊടുക്കുക. ഇത് 8 പേർക്കുള്ള കറി ആയതുകൊണ്ട് നല്ലോണം ഉപ്പൊക്കെ വേണം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. കളറാവണത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ ആവും, ഒരു 2-3 മിനിറ്റ്. അതിനുള്ളിൽ തന്നെ അത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഒരു 3 സ്പൂണും മഞ്ഞൾപ്പൊടി ഒരു നുള്ളും, അങ്ങനെയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകണം. പെട്ടെന്ന് തന്നെ ആവും എല്ലാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് പുളിവെള്ളം, അതായത് പുളി, ഇത് കൊടുങ്ങല്ലൂരിലെ പുളിയാണ് കേട്ടോ, അപ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി, നല്ല പുളി ഉണ്ടാവും. അത് നമുക്ക് ആ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് തിളച്ച് വന്നതിന് മുമ്പേ തന്നെ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങാപ്പാൽ ഡയറക്റ്റ് അതിലേക്കാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനതിൻ്റെ ഒപ്പം ചേർക്കും. നന്നായിട്ട് തേങ്ങാപ്പാൽ അതിൻ്റെ ഒപ്പം കിടന്ന് തിളക്കും. എല്ലാവരും പറയുന്നത് കേൾക്കാം, തേങ്ങാപ്പാൽ അധികം തിളപ്പിക്കരുതെന്ന്. പക്ഷെ ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് വയ്ക്കുന്നത്. ഇനി ഇത് ഏതാണ് കൂടുതൽ ടേസ്റ്റ് എന്നുള്ളത് എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. പിന്നെ അത് ഞാൻ തേങ്ങാപ്പാൽ ഫുൾ പിഴിഞ്ഞ് ഒഴിച്ച് മിക്സ് ചെയ്ത് ഇനി അതൊന്ന് തിളക്കട്ടെ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. എന്നാൽ ഓരോ കഷ്ണങ്ങളായിട്ട് മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവറും കൂടി മീനിലേക്ക് പിടിക്കും. മീനിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഈ കറി ഒരു ദിവസം ഇരിക്കണം കേട്ടോ. ഒരു ദിവസം ഇരുന്നിട്ടൊക്കെ, ഇപ്പോൾ രാത്രിയൊക്കെ കറി വെച്ചിട്ട് പിറ്റേന്ന് ഉച്ചയ്ക്കൊക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ കറി നന്നായിട്ട് തിളച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം തിളപ്പിക്കണം. നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. തീ സിമ്മിലിടണേ. നന്നായി ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് നന്നായി തിളച്ച്
ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് തുറക്കരുത്, പിന്നെ മൂടി പിന്നെ തീയൊക്കെ ഓഫ് ചെയ്ത് അടച്ച് വെച്ച് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ വയ്ക്കണം. കറി സെറ്റായി. നല്ല അടിപൊളി നെയ്മീൻ തേങ്ങാപ്പാൽ കറി റെഡിയാണ്.